എന്താ ഇപ്പോഴത്തൊക്കെ കോലം നോക്ക്. ഈ കാണുന്ന ഈ ചെളി മരം കുറിയൊക്കെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ഉണ്ടാവുമോ? അതുണ്ടാവില്ല. അത് ഈ പൈസ വെച്ചിട്ട് വരയ്ക്കണേ. അതാണേ പൈസ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഗവൺമെന്റിന്റെ അറിഞ്ഞാ പിന്നെ നാറ്റിക്കലാ പണി. അപ്പൊ നമ്മുടെ പഞ്ചായത്തിന്റെ ആകെ മുറുക്കി തുപ്പി. ഡോക്ടറെ, അതെ, ഒരു സംശയം ചോദിക്കാണ്ട്. ഞാനൊരു വാർഡ് മെമ്പറാണ്. നിങ്ങൾ ഇവിടെ ലാബിൽ ടെക്നീഷ്യൻസിനെ വെക്കാത്തത് നിങ്ങൾ പുറത്തു കൊടുത്ത് രക്തം പരിശോധിച്ചിട്ട് അതിന് കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ടല്ലേ? അല്ലേ? അല്ല അല്ലേ? അങ്ങനെ പോവാൻ പറ്റിയ പോവരുത്. അങ്ങനെ ഈ ചോദിച്ചതിന് മറുപടി പറയുന്നത് വാർഡ് മെമ്പറാണ്. ഞങ്ങളെ പോലുള്ള ഈ പാവങ്ങൾ ഇവിടെ ആശുപത്രിയിൽ വരുമ്പോൾ ഇവിടെ ലാഭമില്ല, ടെക്നീഷ്യനില്ല, എന്നിട്ട് പുറത്തു പോയി 10-650 രൂപ ചെലവാക്കാൻ ഞങ്ങൾ പാവങ്ങളാണ്. അത് മനസ്സിലാക്കണം. എന്താ നിങ്ങൾ ഉദ്ദേശിക്കണേ? നിങ്ങൾ വെറുതെ നോക്കിയിട്ട് കാര്യമില്ല. ചോദ്യത്തിന് സമാനം പറയണം. അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ നിങ്ങൾ ഇച്ചിരി സമയം തരുമോ? പറയൂ. ഇവിടെ ലാബ് വേണം, ലാബ് ടെക്നീഷ്യന്മാര് വേണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി. ആരോട്? സർക്കാരിനോട്. വടക്കൻ ജില്ലകളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അറിയില്ല. കണ്ണൂരില് മാത്രം 120 ആശുപത്രികളാ ഉള്ളത്. അതിൽ 80 എണ്ണത്തിലും ലാബും ഇല്ല, ലാബ് ടെക്നീഷ്യന്മാരും ഇല്ല. ഈ ഒരു ലാബ് ഉണ്ടാക്കപ്പോ എന്താണ് ഇത്ര വലിയ പാട്? ഈ ഒറ്റ കണ്ണുകൊണ്ട് നോക്കണോ? സാധനം വേണം, കുറെ ഉപ്പിച്ചില്ലും വേണം, പിന്നെ ചോരാത്തൊരു വിലയും വേണം. അല്ലാണ്ട് എന്താണ്? ഒരു ലാബ് തുടങ്ങാൻ വെറും 5 ലക്ഷം രൂപ മതി. പിന്നെ 3 പണിക്കാരും. ലാബ് പണിയാര്? അതല്ല, 3 ലാബ് ടെക്നീഷ്യന്മാര്. ഈ വിവരം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല. ആർക്ക്? സർക്കാരിന്. സർക്കാർ. അല്ല, കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ട് പോയാൽ മതി. പിന്നെ കേരളത്തിലെ ഇപ്പോ 1414 പേരാണ് ഡെങ്കിപ്പനി ഉണ്ടോ എന്നുള്ള സംശയവുമായിട്ട് വന്നത്. അതില് 490 പേരുടെ സംശയം ഏതാണ്ട് സ്ഥിരീകരിച്ചു. പിന്നെ ഒരു 7 പേര് മരിച്ചുപോയി. നമ്മുടെ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഇത്രയും കുറവായ സ്ഥിതിക്ക് മരണസംഖ്യ ഇനിയും ചിലപ്പോൾ കൂടും. അല്ല, അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നു ഡോക്ടറെ? ഞങ്ങൾക്ക് ഇപ്പൊ ഒരു പനി വന്നാൽ ഞങ്ങൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകണമെന്നാണോ നിങ്ങൾ പറയണത്? എന്ന് ഞാൻ പറഞ്ഞോ? അല്ല, ഞാൻ പറഞ്ഞോ? ഇല്ല. അപ്പൊ പറയാത്ത കാര്യം പറയരുത്. അതെ, പോവാന്ന് പറഞ്ഞാണ് ഞാൻ. ഡോക്ടറല്ലേ, എന്തെങ്കിലും പറയട്ടെ. എന്റെ സംശയം ഉണ്ടോ? ഒരു സംശയമില്ല. സംശയം എന്തുണ്ടെങ്കിലും ചോദിച്ചിട്ട് വേണം പോവാൻ. ഞാൻ കൃത്യമായിട്ട് അതിനുള്ള മറുപടി തരും. ആയിക്കോട്ടെ. അല്ല, കാര്യങ്ങളെ നമ്മൾ പറഞ്ഞു തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, ഈ ഡെങ്കിപ്പനി പകരാൻ പ്രധാന കാരണം ലാബുകൾ ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല. ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി പഞ്ചായത്ത് മെമ്പർ മുതൽ താഴെത്തിലെ അങ്ങ് മേലെ അറ്റത്തിരിക്കുന്നവർ വരെ കാരണക്കാരാ. അതെന്താണ് ഡോക്ടറെ നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്? ഡെങ്കിപ്പനി പടർത്തുന്നത് കൊതുകുകളല്ലേ, അല്ലാതെ വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞോ? അപ്പൊ പറയാത്ത കാര്യങ്ങൾ പറയുന്നു. അല്ല, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമല്ലോ. പിന്നെ പറയേണ്ട കാര്യങ്ങളും അറിയേണ്ട കാര്യങ്ങളും പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. നമുക്ക് ഇവിടെ എവിടെ ഇരുന്ന് പറഞ്ഞാൽ ഇപ്പൊ വിട്ടേക്കാം. 1-2 കുഞ്ഞു കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഇപ്പൊ വിട്ടേക്കാം. ഈ പനിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ അപ്പൊ തന്നെ രക്തം പരിശോധിക്കണ്ടേ? വേണം. അതിനുള്ള ലാബ് ഇവിടെ ഇല്ല എന്നുള്ളത് ഇവരെ പോലുള്ളവർക്ക് അറിയാമല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഡെങ്കി പരത്തുന്ന കൊതുകിനെ ഇവിടെ നിന്ന് ഇല്ലാതാക്കണം. മഴയും മഴക്കാല രോഗങ്ങളും കേരളത്തിൽ ആദ്യമായിട്ടല്ലെന്ന് ഇവരെ പോലുള്ളവർക്ക് അറിയാമല്ലോ. അപ്പൊ ഇവരെന്താ വേണ്ടത്? ആവശ്യത്തിനുള്ള ലാബും ലാബ് ടെക്നീഷ്യന്മാരെ നിയമിക്കണം. അല്ലാതെ രോഗികളെ നോക്കുന്ന ഞങ്ങളെ പോലുള്ള ഡോക്ടർമാരെ ഓടിക്കുകയല്ല വേണ്ടത്. പകരം ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകളെ ഓടിക്കണം.